നീ ഇങ്ങോട്ട് പോരുമോളെ. ഹരിക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അവൻ അറിയാം. അച്ഛന്റെ ഈ വളർച്ച കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് അച്ഛ. ഇതിനൊക്കെ കൂട്ടം നിന്ന് ഇയാളെ നീട്ടി MD കസേരയിൽ അച്ഛൻ ചെന്നിരിക്കുന്നതിനേക്കാളും നല്ലത് തൂങ്ങി ചത്തൂടെ അച്ഛന്. അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട അച്ഛാ. തേടി ഇറങ്ങിയാലേ വേട്ടയാടി കൊന്നിട്ടേ ഞാൻ അടങ്ങും. അവള് കുറച്ച് അനുഭവിക്കട്ടെ. ഇനി മതി. ഇതിനു മേലെ ഇക്കാര്യത്തിൽ നിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? ഹലോ, വീണയാണ് ജീവൻ. ആ വീണ, എന്താ ഈ നേരത്ത്? താനീ അത്ഭുതങ്ങളൊക്കെ പാതിരാത്രിയിൽ ചെയ്തു കഴിഞ്ഞാലേ എനിക്ക് പാതിരാത്രിയിലല്ലേ വിളിക്കാൻ പറ്റൂ. കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. ഞാൻ ഇത്രയും സന്തോഷത്തില് ഒരു കാര്യത്തിന് വിളിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആ ഹരിയുടെ കാര്യത്തില് താൻ നടത്തിയ ഓപ്പറേഷൻ എന്ത് പ്ലാനിംഗ് ആയിരുന്നു? പിടിച്ചു നിൽക്കണ്ടേ പൊന്നു വീണേ. പണ്ടത്തെ പോലത്തെ ക്ഷമയൊന്നുമില്ല എനിക്കിപ്പോ. ഇങ്ങോട്ടൊരു കാറ്റടിച്ച കൊടുങ്കാറ്റടിച്ച പോലെ തിരിച്ച് പേടിപ്പിക്കണം. അതായിപ്പോ എന്റെ ഒരു ലൈൻ. എന്തായാലും ഞങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ ഒരാളായി. വിപിൻ എപ്പോഴും പറയും കിട്ടുവാണെങ്കിൽ JRന്റെ എനർജി കിട്ടണോന്ന്. എന്റെ എനർജിയോ? അതങ്ങനെ വെറുതെ വഴി കിടന്ന് കിട്ടിയതല്ലല്ലോ വീണേ. അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചധികം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കോടതി, ജയില്, സകലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഭ്രാന്തനായി കിടന്നിട്ടുണ്ട് ഞാൻ. ഭ്രാന്ത് അഭിനയിച്ചിട്ടുമുണ്ട്. എല്ലാം കൂടെ തിളപ്പിച്ചിട്ട് ഊറ്റി ഉരുക്കി ഉണ്ടാക്കിയതാ ഈ കാണുന്ന JR. അങ്ങനത്തെ ഞാൻ ഇനി എന്തെങ്കിലും വിട്ടുകൊടുക്കുമെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ടോ വീണേ? പണ്ടൊരിക്കല് നിത്യയുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ഒരുത്തൻ, അവന്റെ തല ഞാൻ തല്ലിപ്പൊളിച്ചതാ. വേറെ ഒരുത്തന്റെ കയ്യും തല്ലി ഒടിച്ചു. എന്നിട്ടാണോ അവളുടെ കൂടെ കിടക്കുന്ന ഒരുത്തനെ? ഇനി താൻ നോക്കിക്കോ വീണേ. ഹരിയുടെ നിയന്ത്രണം എന്റെ കയ്യിലായിരിക്കും. വഴിയിലെ സർക്കസ് കൂടാരത്തിൽ ചരട് കെട്ടി വലിക്കുന്ന കുട്ടിക്കൊരങ്ങനെ പോലെ അവനെ ഞാൻ കൊണ്ടു നടക്കും. എന്റെ കാൽ ചുവട്ടിലിട്ട് ഞാൻ അവനെ ചവിട്ടി ഞെരിക്കും. അവൻ ഞെരിഞ്ഞമർന്ന് ചാവുന്നത് കണ്ട് അവളുടെ ചങ്ക് പിടക്കണം. അതുവരെ ഈ പാതിരാത്രി നീ എവിടെ പോയതാണെന്നാ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒരിടത്തേക്കും പോയതല്ല സർ. എന്ന് പറഞ്ഞാ ആ പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രമാണോ പോയത്? എന്തോന്ന് സാറേ, നടന്നത് എന്താണെന്ന് ഇവൻ കൃത്യമായിട്ട് സാറിനോട് പറഞ്ഞതല്ലേ? അല്ല, ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കരുതെന്നാണോ സാർ ഈ പറഞ്ഞു വരുന്നത്? അതാണോ ഇവൻ ചെയ്ത കുറ്റം? നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മിണ്ടാതിരിക്കാൻ. ആ സ്ത്രീയുടെ പരാതി സ്ട്രോങ്ങാ. അതനുസരിച്ചുള്ള വകുപ്പുകളും ചേർത്ത് ഞാനൊരു FIR ഇട്ട് കഴിഞ്ഞാലേ
നീ കുറച്ചു കാലം പാടുപെടും. പിന്നെ അതിന്റെ കൂടെ ആ കുഞ്ഞൊരു പരാതി എഴുതി തന്നാ പിന്നെ കേസ് പോക്സോയാ. പോക്സോ? അതിന്റെ ശിക്ഷയെ കുറിച്ചൊക്കെ നിനക്ക് അറിയാലോ അല്ലേ? ജയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും നീ പുറത്തിറങ്ങില്ല. അല്ല സാറിപ്പോ ഇവിടെ തന്നെ പിടിച്ച് പുറത്താക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞാല് രണ്ടു കൂട്ടരെയും ചോദ്യം ചെയ്യണ്ടായോ? ഇതിപ്പോ എന്റെ മോൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് സാറെ കൊണ്ട് കരുതി വെച്ചിരിക്കുകയല്ലേ? സാറേ, എനിക്കെതിരെയുള്ള ചാർജുകളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇനി മൊഴിയെടുക്കലിന്റെയും വകുപ്പ് ചുമത്തലിന്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. എന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് JR പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. സാർ അത് അങ്ങനെ തന്നെ അങ്ങ് ചെയ്തോ. ഓ, പോലീസുകാര് പക്ഷപാതപരമായിട്ട് പെരുമാറി നീതി കാണിക്കേണ്ട ഉദ്യോഗസ്ഥനത് കാണിച്ചില്ല, ഇതൊക്കെ പറയാനല്ലേ? പക്ഷെ നീ ഒന്ന് ഓർത്തോടാ, നിന്റെ കൂടെ വിലയില്ലാത്ത കുറെ പത്രക്കാരും ചാനലുകാരും ഒക്കെ ഉണ്ടല്ലോ. അവരിൽ ആര് വിചാരിച്ചാലും ഇതിൽ നിന്നും അത്ര വേഗം നിനക്ക് ഊരി വരാൻ പറ്റില്ലടാ. നിന്റെ ജീവിതം ദേ ഇവിടെ തീർന്നു. നീ എഴുതി വെച്ചോ. ഹരി, ഏയ്, മോള് ഹരി, സർ, സർ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ? വേണ്ട. സാറേ, വീണ്ടും ചോദ്യങ്ങൾ ഒന്നേന്ന് ചോദിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. സാർ, നിങ്ങൾ തമ്മിൽ ഇനി കാണാൻ പോലും പാടില്ല എന്ന് പറഞ്ഞല്ലേ ഞാനന്ന് സ്റ്റേഷനിൽ നിന്ന് വിട്ടത്. സർ, സുഖമില്ലാതെ കിടക്കുന്നുണ്ടല്ലേ സർ? നിനക്ക് സുഖമില്ലാത്തവരെ പരിചരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ താഴെ വാർഡിലേക്ക് വന്നാ മതി. ഇഷ്ടം പോലെ പേരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അവർക്കൊക്കെ സഹായം ആവശ്യമുണ്ട്. നിന്റെ സേവനം അവിടെയാ.